ഇപ്പോൾ ജമ്മു കശ്മീരിൽ നിന്നും ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം അവിടെ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കുന്നു. പെഹൽഗാമും ഈ അനന്ത്നാഗ് ജില്ലയും പരിസരങ്ങളും എല്ലാം കനത്ത സുരക്ഷാ വലയത്തിലാണ്. NIA സംഘം ആദ്യ സംഘം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം തീരുമാനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? അടിയന്തര നടപടികൾ എന്തെല്ലാമാണ്? അവിടെ എത്തിച്ചേരുമ്പോൾ നേരിട്ടുള്ള വിവരങ്ങൾ എന്താണ് ബൽറാം? സ്മിത, അല്പസമയം മുമ്പാണ് 24 സംഘം ഈ ശ്രീനഗർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഈ ഭീകരാക്രമണത്തിന്റെ ഒരു ആഘാതം വ്യക്തമാകുന്നതാണ്. കാരണം നിരവധി പേർ ജമ്മു കശ്മീരിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വിനോദസഞ്ചാരത്തിനായി എത്തിയ ആളുകൾ നിരവധി പേർ മടങ്ങിപ്പോകാനായി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവരുടെ വലിയ തിരക്ക് വിമാനത്താവളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെയാണ് ഈ ഡൽഹിയിൽ നിന്നും നിരവധി സൈനികർ, അത് പല വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രത്യേക വിദഗ്ധർ അടങ്ങുന്ന ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ശ്രീനഗറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. CRPFന്റെ പ്രത്യേക സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. സമാനമായി തന്നെ മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ളവരും ഈ ശ്രീനഗറിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വരും മണിക്കൂറുകളിലുള്ള ഈ പരിശോധനാ നടപടികൾ, ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ നടപടികൾ, അവർക്ക് കനത്ത തിരിച്ചടി നൽകുന്നതിനായുള്ള മറ്റ് തന്ത്രങ്ങൾ ഈ തയ്യാറാക്കുകയാണ്. അതടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കാനുള്ള സംഘമാണ് ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ട്. ഇതിനകം തന്നെ 2 തവണ ഉന്നതതല യോഗം ചേർന്ന് നിലവിലുള്ള സ്ഥിതിഗതികൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ പെഹൽഗാമിലേക്കുള്ള യാത്രയിലാണ്. ഈ വഴിയിലുടനീളം തന്നെ ഈ ഒരു വലിയ ഭീകരാക്രമണത്തിൻ്റെ ആഘാതം നമുക്ക് പ്രകടമാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും ജമ്മു കശ്മീരിൽ സമീപകാലത്തൊന്നും തന്നെ ഇത്രത്തോളം വലിയ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല. 2019 പുൽവാമ ആക്രമണത്തിന് ശേഷം അത് സൈനികരെ ലക്ഷ്യം വെച്ച് നടന്ന അതിക്രൂരമായ ഒരു ആക്രമണമാണ്. അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇന്നലെ പെഹൽഗാമിൽ ഉണ്ടായത്. അതും പ്രത്യേകിച്ചും പുറമേ നിന്നെത്തിയ വിനോദസഞ്ചാരത്തിനായി എത്തിയവരെ ലക്ഷ്യം വെച്ചാണ് ഭീകരവാദികൾ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത്. അത് ജമ്മു കശ്മീരിലെ ജനങ്ങളെ ആകെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ജമ്മു കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു വരുമാനം എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് പോലും ഈ വിനോദസഞ്ചാരികൾ നിന്നുള്ള വരുമാനമാണ്. അത് വിനോദസഞ്ചാരത്തിൻ്റെ ഏറ്റവും മൂർധന്യത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-കണക്കിന് പേർ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലുമായി സ്ഥലങ്ങൾ കാണാനും മറ്റുമായി എത്തിച്ചേർന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഈ സംഭവത്തിൻ്റെ ആഘാതം ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിനോദസഞ്ചാര മേഖലയെയും അവരുടെ ഉപജീവനത്തെയും പോലും ബാധിക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് ടാക്സി സർവീസ് നടത്തുന്നവർ അടക്കമുള്ളവർ ഈ ഒരു ആക്രമണത്തിൻ്റെ ആഘാതം അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുമെന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ ഒരു ഭീകരാക്രമണത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്രൂരത എന്നുള്ളത് മുൻപൊരിക്കലും കാണാത്ത അത്രയും ക്രൂരമായുള്ള ഒരു നടപടിയായിരുന്നു ഭീകരവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവർ ഈ ആളുകളെ ഓരോരുത്തരെയായി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ ഒരു കുടുംബത്തിലേതാണെങ്കിൽ അതിൽ 1-2 പേരെ കൊലപ്പെടുത്തുന്നു, മറ്റുള്ളവരെ വെറുതെ വിടുന്നു. ഒപ്പം തന്നെ ഓരോരുത്തരുടെയും വിവരങ്ങൾ ചോദിച്ചറിയുന്നു. അതിനുശേഷമാണ് ഈ കൊല നടത്തിയത് എന്നാണ് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ, ദൃക്സാക്ഷികളെല്ലാം ആ ഞെട്ടൽ മാറും മുമ്പ് തന്നെ വ്യക്തമാക്കിയത്. ഈ നിലവിലിപ്പോൾ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവലോകനം എന്നുള്ളത് നിലവിലെ ഇപ്പോൾ ഈ ഈ ഒരു ഭീകരാക്രമണത്തിന് ഇരയായ ആളുകളുടെ മൃതദേഹങ്ങൾ അത് തുടർന്ന് ബന്ധുക്കൾക്ക് കൈമാറുന്നത്, ബന്ധുക്കളെ സുരക്ഷിതമായി മടക്കി അയക്കൽ, കൂടാതെ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന വിനോദസഞ്ചാരികളെ സുരക്ഷിതരാക്കൽ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അവലോകനമാണ് പൂർത്തിയാക്കിയത്. ഒപ്പം തന്നെയാണ് നിലവിലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് മണിക്കൂറുകളായി തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 3
3:30-4 മണിയോടെ ആരംഭിച്ചതാണ് ഈ മേഖലയിൽ പെഹൽഗാം മേഖലയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ. ആ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ സൈനികരെ പ്രദേശത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സൈന്യം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്നുള്ളത്. അതനുസരിച്ച് വിവിധ മേഖലകളിൽ നിന്നുള്ള സൈനികർ, CRPF അടക്കമുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള സൈനികർ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരവാദികളെ ഈ പ്രദേശത്ത് നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കാതെ അവരെ അവിടെ വെച്ച് തന്നെ പിടികൂടുക എന്ന ഒരു ലക്ഷ്യം ഈ ഒരു തെരച്ചിൽ ഓപ്പറേഷനുണ്ട്. വനമേഖലയിൽ ഉൾപ്പെട്ട പ്രദേശമായാണ് എന്നതുകൊണ്ട് തന്നെ അതീവ വെല്ലുവിളി നിറഞ്ഞതാണ് ഈ തെരച്ചിൽ. ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന തെരച്ചിൽ ബൽറാമ പ്രദേശത്തേക്ക് തത്സമയം അവിടെ നിന്ന് വാർത്തകൾ നൽകുമ്പോൾ വലിയ ഒരു ഭീകര അന്തരീക്ഷം തന്നെ അവിടെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ ശാന്തമായിരുന്ന, അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശാന്തമായിരിക്കുന്നു ജമ്മു കശ്മീരും പരിസരവും എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരത്തിനായി അങ്ങോട്ടേക്ക് പോകുന്നു. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണത്. പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. ഒരു ഭീകരാക്രമണത്തിന്റെ വല്ലാത്ത ഭീതിയിലാണ് അവിടെയുള്ളവർ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവർ കൺമുന്നിൽ മരിച്ചു വീഴുന്നത് കണ്ട അവരുടെ മാനസികാവസ്ഥ, പരുക്കേറ്റവർ ഏറെയുണ്ട്. സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു. നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ആ സുരക്ഷാ സൈന്യം വളഞ്ഞിരിക്കുകയാണ്. അവിടെ എല്ലാം തന്നെ കനത്ത സുരക്ഷയിലാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രദേശത്തേക്ക് കടന്നു പോകുന്നതിൽ ആ രീതിയിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, നിയന്ത്രണങ്ങളുണ്ടോ? സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏതെല്ലാം മേഖലകളിൽ വളഞ്ഞിരിക്കുന്നു? അപ്പോൾ ആ രീതിയിൽ സംവിധാനങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് അവിടെ നേരിട്ട് കാണുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്മിത, ജമ്മു കശ്മീരിൽ സ്വാഭാവികമായും തന്നെ എല്ലാ ദിവസവും സുരക്ഷ ഉണ്ടാകാറുണ്ട്. അത് ഇവിടെയുള്ള തുടർച്ചയായുള്ള ഭീകരവാദ സാന്നിധ്യം, ഒപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ ഒരു തന്ത്ര പ്രാധാന്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്താറ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജമ്മു കശ്മീരിലെ ഈ ഭീകരവാദി ആക്രമണങ്ങളിൽ വലിയ കുറവ് ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് എങ്കിൽ പോലും ആസൂത്രിതമായ വലിയ ആക്രമണങ്ങൾ സമീപകാലത്ത് ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തുടർന്നാണ് ജമ്മു കശ്മീരിലെ ഭീകരവാദം ഏതാണ്ട് അവസാനിച്ചു എന്നും വിനോദസഞ്ചാരികൾ വർദ്ധിച്ചു എന്നുമുള്ള കണക്കുകൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്. അത് സമീപകാലത്ത് ഈ ജനങ്ങളിലുണ്ടായ ഒരു വലിയ പിന്തുണയും ഈ നടപടികൾക്കെല്ലാം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും സൈന്യത്തിനും സർക്കാരിനും വലിയ പിന്തുണയും ലഭിച്ചിരുന്നു. ഭീകരവാദം അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു ദോഷകരമായി എന്നുള്ളത് തിരിച്ചറിഞ്ഞാണ് ജനങ്ങൾ സൈന്യത്തോട് ഒപ്പം നിന്നത്. അത്തരത്തിൽ പ്രത്യേകിച്ച് ഈ തവണത്തെ ഒരു ടൂറിസ്റ്റ് സീസൺ വലിയ തോതിലുള്ള ജനങ്ങളുടെ ഒഴുക്ക് ജമ്മു കശ്മീരിലേക്ക് ഉണ്ടായിരുന്നു. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ നിന്നടക്കം എല്ലാ ദിവസവും നൂറുകണക്കിന് പേർ ജമ്മു കശ്മീരിൽ എത്തിയിരുന്നു. ഈ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ജമ്മു കശ്മീർ കാണാൻ. അതിൽ ഏറ്റവും മനോഹരമായ താഴ്വരയാണ് പെഹൽഗാമിലെ ഈ ബൈസരൻ താഴ്വര എന്നുള്ളത്. അതിമനോഹരമായ ആ താഴ്വരയിലെ ദൃശ്യങ്ങൾ കാണുന്നതിനും അവിടെ ട്രക്കിങ്ങും കുതിരസവാരിയും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് തീർത്തും ക്രൂരത, ഭീകരവാദം എന്നതിനപ്പുറത്തേക്ക് ഒരു ക്രൂരതയുടെ ഏറ്റവും പാരമ്യത്തിലുള്ള നടപടിയാണ് ആ ഭീകരവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൻ്റെ ഒരു ആഘാതം കൃത്യമായി തന്നെ നമുക്ക് ഈ പ്രദേശത്തെല്ലാം തന്നെ ദൃശ്യമാണ്. സൈന്യത്തിൻ്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും വിന്യാസം ഈ ശ്രീനഗറിലും പരിസരത്തെ മുഴുവനായി തന്നെ റോഡുകളിലും ഉണ്ട്. ജനങ്ങളും വലിയ ആശങ്കയിൽ തന്നെയാണ്. 24 വാർത്താ സംഘം പെഹൽഗാമിൽ എത്തിയിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകിയത്.